ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി സുവിശേഷം എന്നാൽ എന്ത് എന്ന വിഷയത്തെ ആധാരമാക്കി നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. സുവിശേഷം എന്നാൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച യേശുക്രിസ്തുവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രസ്താവിക്കുകയുണ്ടായി. ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ ചിന്തിച്ചതുപോലെ ഞങ്ങൾ പറയുന്ന സുവിശേഷം എന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, ന്യായവിധി ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ്. ഞങ്ങൾ പറയുന്ന സുവിശേഷം അത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്, യേശുക്രിസ്തുവാണ്. അതിൽ ദൈവശക്തിയുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ അടക്കം എന്നുള്ളതാണ്. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ഈ സമയത്ത് ഞാൻ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. വാക്യം 1: എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ. ഇവിടെ 3-ാം വാക്യത്തിൽ കാണുന്നത് ക്രിസ്തു അടക്കപ്പെട്ടത് തിരുവെഴുത്തുകളിൻ പ്രകാരം ആയിരുന്നു. ക്രിസ്തു, അതായത് യേശുക്രിസ്തു ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത് അത്രമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ അടക്കവും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിരുന്നു. മാത്രമല്ല, അത് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരുന്ന തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് തൻ്റെ അടക്കവും നടന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം പോലെ അടക്കവും പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്നുള്ളത് നാം ഓർത്തിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ ശരീരം അടക്കം ചെയ്തത് ആരായിരുന്നു? അരിമത്യാക്കാരൻ യോസേപ്പ് യേശുവിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുവാൻ മുൻകൈ എടുത്തത്. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിനെ അടക്കം ചെയ്യുവാൻ തൻ്റെ ബന്ധുക്കളില്ലായിരുന്നുവോ? തൻ്റെ വീട്ടുകാരില്ലായിരുന്നുവോ? തൻ്റെ ശിഷ്യന്മാരില്ലായിരുന്നുവോ? യേശുവിൻ്റെ ബന്ധുക്കൾ ആ സമയത്ത് എവിടെയായിരുന്നു? യേശുവിൻ്റെ ശിഷ്യന്മാർ എവിടെയായിരുന്നു? നാം സാധാരണ കണ്ടുവരുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, ബന്ധുക്കൾ അവരെത്ര നീചരാണെങ്കിലും ദുഷ്ടന്മാരാണെങ്കിലും ഒരുവൻ്റെ അടക്കേണ്ടതിന് എല്ലാവരും കടന്നു വരും. എന്നാൽ ഇവിടെ യേശുവിൻ്റെ ശരീരം വാങ്ങുവാൻ പീലാത്തോസിൻ്റെ അടുക്കൽ പോകുവാൻ ചങ്കൂറ്റമുള്ളവൻ ഒരു അരിമത്യാക്കാരൻ യോസേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുരുക്കത്തിൽ തൻ്റെ ശരീരം അടക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്രകാരം ക്രൂരത കാണിപ്പാൻ നമ്മുടെ യേശു കർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത്? നന്മ മാത്രം ചെയ്തവനല്ലേ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു? തിന്മ ആർക്കും ഒന്നും ചെയ്യാത്തതായിരിക്കുന്ന ഒരുവനല്ലായിരുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഇവിടെ തൻ്റെ അടക്ക സമയത്ത് ആരും ഇല്ലായിരുന്നു. ഇപ്രകാരം നടന്ന ഒരു ബെറിയൽ സർവീസ് ആരുടെയെങ്കിലും ബന്ധത്തിൽ കാണുവാൻ കഴിയുമോ? നമ്മുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ അടക്കത്തിൽ ഇങ്ങനെ ഒന്ന് കാണുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. വലിയ ജനസമൂഹത്തോട്, വലിയ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും അടക്കം വലിയ ആദരവോടെ സംസ്കരിക്കുമ്പോൾ ഇതാ ഒരു അടക്കം ആരും കൂടെയില്ല. നോക്കുക, ആരാണ് ഈ അരിമത്യാക്കാരൻ യോസേപ്പ്? 1-2 വേദഭാഗം ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മത്തായി സുവിശേഷം 27 അധ്യായത്തിൻ്റെ 57 മുതൽ 60 വരെ. സന്ധ്യയായപ്പോൾ അരിമത്യാക്കാരനായ യോസേപ്പ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൽ വന്നു. എൻ്റെ 58. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുത്തു. 59. യോസേപ്പ് ശരീരം എടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. 60 വാക്യത്തിൽ താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. അതിൻ്റെ 63 വാക്യത്തിൽ നാം കാണുന്നത്, പരീശന്മാർ പീലാത്തോസിനോട്, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ പീലാത്തോസ് പറയുകയാണ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നോക്കുക, നമ്മുടെ കർത്താവിനെ പിടിപ്പാൻ വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ അടക്കുവാൻ ആരും മുൻപോട്ട് വന്നില്ല. സാധാരണ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ അത് അവർക്ക് നൽകും. ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ മുൻപോട്ട് വന്നില്ലെങ്കിൽ ജയിൽ അധികൃതർ അഥവാ ഗവൺമെൻറ് ആ വിഷയം ഏറ്റെടുക്കണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങുവാൻ തൻ്റെ ബന്ധുക്കൾ വന്നതായി കാണുന്നില്ല. മാത്രമല്ല, റോമ ഗവൺമെൻറ്റും ഇവിടെ മൗനം പാലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു അരിമത്യാക്കാരന് യോസേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ അടക്കുവാൻ. നിക്കോദിമോസും ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു എന്ന് കഴിയുന്നുണ്ട്. ഈ യോസേപ്പ് ധനികനായിരുന്നു. ഈ യോസേപ്പ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു, രഹസ്യ ശിഷ്യനെന്ന് പറയാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം സന്ധ്യ ആയപ്പോൾ വന്നത്. വേറൊരു നിക്കോദിമോസാണ് ഇദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടുന്നത് ഒരു രാത്രി ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ യോസേപ്പ് ഒരു ധൈര്യശാലിയായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ പോയി യേശുവിൻ്റെ ശരീരം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഈ യോസേപ്പ് സന്നദ്ധി സംഘത്തിലെ 70 അംഗങ്ങളിൽ ഒരുവനായിരുന്നു. ഇവിടെ ഏകദേശം 1.5 ടൺ ഭാരമുള്ള കല്ല് വെച്ചതായി കാണുന്നു. എത്ര പേർ ചേർന്നാലും ഈ കല്ല് ഉരുട്ടി വെച്ചത്, എത്ര പേർ ചേർന്നാണ് ഈ കല്ല് ഉരുട്ടി വെച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ കല്ല് നീക്കിയത് മനുഷ്യരാരും അല്ല, ദൂതൻ വന്ന് ആ കല്ല് ഉരുട്ടി നീക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര കാവൽക്കാരുണ്ടായിരുന്നു എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ വചനപ്രകാരം 1-ൽ കൂടുതൽ പേരുണ്ടായിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഏതാണ്ട് 16 കാവൽക്കാർ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ചുറ്റിനും കാവൽ നിന്നു എന്ന ഒരു അഭിപ്രായവും കേൾക്കുവാനിടയായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരുടെയെങ്കിലും ശരീരത്തിന് സെക്യൂരിറ്റി ഗാർഡിനെ കാവൽ നിർത്തിയിട്ടുണ്ടോ? കാവൽക്കാരെ നിർത്തി എന്ന് മാത്രമല്ല, റോമ ഗവൺമെൻറ് മുദ്ര കല്ലറയിൽ പതിച്ചു. കല്ലറയ്ക്ക് മുമ്പേ വെച്ച എന്തെങ്കിലും വാർത്ത ഈ നാളുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിയരെ, ഇല്ല. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന് കാവൽ നിർത്തി. അതും എത്ര പേരെന്ന് നമുക്ക് വ്യക്തതയില്ല, എങ്കിലും കാവൽ നിർത്തിയതായിട്ട്, കാവൽക്കാർ ഉണ്ടായിരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, ആ റോമ ഗവൺമെൻറ് മുദ്ര ആ കല്ലിന്മേൽ പതിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ഇതുപോലൊരടക്കം ലോകത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമോ? ആരുടെയെങ്കിലും അടക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമോ? അങ്ങനെ ആരെങ്കിലും ഒരു വ്യക്തി ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ആരുമില്ല, ഇല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു. ഞങ്ങൾ സുവിശേഷിക്കുന്ന ഈ സുവിശേഷം, അതിൽ ദൈവശക്തി ഉണ്ട്. ആ ശക്തിയിലാണ് ഇതൊക്കെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത്. പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എത്രയോ അനുഗ്രഹങ്ങൾ അനേകരുടെ ജീവിതത്തിൽ താൻ ചെയ്തിട്ടുണ്ട്. കാലില്ലാത്തവർക്ക് കാല് കൊടുത്തവനാണ്. എത്രയോ കുരുടർക്ക് അവൻ കാഴ്ച കൊടുത്തവനാണ്. അനേക വിശന്നവർക്ക് ആഹാരം കൊടുത്തവനാണ്. എത്രയോ രോഗികളെ സൗഖ്യമാക്കിയവനാണ്. എത്രയോ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. ഇവരെല്ലാം ഇന്ന് എവിടെയാണ്?
ഇവരാരും അടക്കത്തിൽ വന്നില്ലല്ലോ. എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു അവസ്ഥ. കാലില്ലാത്തവർക്ക് കാല് കൊടുത്തു, കണ്ണില്ലാത്തവർക്ക് കണ്ണ് കൊടുത്തു. എന്നാൽ അവരൊക്കെയും ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെങ്കിൽ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ ആ വലിയ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ ഇവരും ഒരുപക്ഷെങ്കിൽ കണ്ടു എന്ന് വരാം. എന്നാൽ പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ എത്രയോ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനും നീയും ജീവിക്കുന്നത് തന്നെ ഈ കർത്താവിൻ്റെ കരുണയാലാണ്. ആ പ്രിയപ്പെട്ടവർ തൻ്റെ അടക്കത്തിൽ കടന്നു വന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അവർക്ക് ആഗ്രഹം ഉണ്ടായില്ല. വാസ്തവത്തിൽ നമ്മുടെയും ജീവിതം ഇങ്ങനെയല്ല. ഇന്ന് എത്രയോ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിട്ടുണ്ട്, നമ്മുടെ അനുഭവമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് അടുക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇന്ന് നിങ്ങളുടെ സ്ഥാനം എവിടെയാണ്? ഈ സുവിശേഷ സന്ദേശവുമായി കടന്നു പോകാതെ ആണോ നീ ആയിരിക്കുന്നത്? ക്രിസ്ത്യാനി എന്ന പേരും പേറിക്കൊണ്ട് സത്യസുവിശേഷത്തിന് എതിരായി നിൽക്കുകയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. സുവിശേഷവുമായിട്ട് കടന്നു വരുമ്പോൾ അവരെ എതിർക്കുന്ന ഒരു സ്വഭാവമല്ല ഇന്ന് അനേകരിൽ നിന്നുള്ളത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിൻ്റെ അടക്കത്തിൽ പങ്കുകൊള്ളുവാൻ താൻ പ്രതീക്ഷിച്ചിരുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു അരിമത്യാക്കാരൻ യോസേപ്പും ഒരു നിക്കോദീമോസും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഈ ജീവനുള്ള സത്യസുവിശേഷവുമായി കടന്നു പോകുവാൻ നീ ഒരു അരിമത്യാക്കാരൻ യോസേപ്പും നിക്കോദീമോസുമായി തീരുന്നെങ്കിൽ ദൈവം എത്ര സന്തോഷിക്കുമായിരുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതം. ഒരു പട്ടുമെത്തയിലുള്ള ജീവിതം നമ്മൾ ഒരിക്കലും നമുക്ക് ആഗ്രഹിക്കേണ്ട. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന വേളയിൽ ഒരു അരിമത്യ യോസേപ്പുകാരനെ പോലെ, ആ നിക്കോദീമോസിനെ പോലെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ. ഇതാണ് പ്രിയരെ സത്യസുവിശേഷം. സുവിശേഷം എന്തിനാണ്? ഇതാണ് സുവിശേഷം ഞാൻ പറഞ്ഞത്. ഇതിൽ ദൈവശക്തിയുണ്ട്. ഈ സുവിശേഷത്താലാണ് അനേകരിന്ന് തങ്ങളുടെ ദുസ്വഭാവം വിട്ടിട്ട് കർത്താവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദുർമാർഗികളെ സന്മാർഗികളാക്കി മാറ്റിയത് ഈ സുവിശേഷമാണ്. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷം ഞങ്ങൾ അനുഭവിച്ചു. ഇതിൻ്റെ ശക്തി, ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഞങ്ങളത് പോയി പറയുവാൻ കൊണ്ട് ഞങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ സുവിശേഷവുമായിട്ട് കവലകളിലൊക്കെ കടന്നുപോയി സുവിശേഷം പറയുന്നതിന് കാരണം അതാണ്. ഇന്ന് നിങ്ങളെയും വിളിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ മകനായി മകളായി തീരുവാൻ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നുകൊണ്ട്, ഒരുപക്ഷെ നിങ്ങൾ രോഗിയാണെങ്കിൽ രോഗക്കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഈ കർത്താവിനെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയും. ദാനധർമ്മത്താലോ പുണ്യപ്രവർത്തനങ്ങളാലോ ഒന്നും തന്നെ ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മകനായ മകളായി തീരുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒന്ന് മാത്രം, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. ഈ കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എന്തിനായിരുന്നു? എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. താൻ ഒരു പാപം ചെയ്തിട്ടില്ല. എന്നാൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ മകനായി മകളാക്കി തീർക്കുവാൻ വേണ്ടി, പാപം ചെയ്യാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ ലോകത്തിന് മുൻപാകെ വെല്ലുവിളിച്ചു എന്നിൽ പാപം കാണിക്കാമോ എന്ന് ചോദിച്ചതായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുമോ? കർത്താവിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? ഇതാ നിങ്ങളെ മാടി വിളിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: അധ്വാനിക്കെതിരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് നിങ്ങൾ ആശ്വാസമില്ലാത്തവരായി, സമാധാനമില്ലാത്തവരായി, സ്ലീപ്പിംഗ് പിൽസുകൾ കഴിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നവരാകുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുള്ള ഒരു കർത്താവ് ഉണ്ട്.
ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.